എല്ലാവർക്കും നമസ്കാരം. ഡിസൈർ ട്രാവൽ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ 2012 മോഡൽ ഡിസൈറിൻ്റെ ഒന്ന് മോഡിഫിക്കേഷനാണ്. മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടയറൊക്കെ തീർന്നിരിക്കുകയാണ്. ഈ സെറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഭയങ്കര പോരായ്മകളാണ്. നമുക്കൊന്ന് പാട്ട് കേൾക്കാനൊന്നും പറ്റില്ലായിരുന്നു. ടയറൊക്കെ ഏത് നിമിഷവും വെടിതീരുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിനായിട്ട് ഇന്നിപ്പോൾ അവിടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അതിനായിട്ട് ചേർത്തലത്തിനുള്ള ഒരു ടയർ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാറ് ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ ടയർ മാറ്റിയിട്ട് അധികം ആയിട്ടില്ല, ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. ഗുഡിയറിൻ്റെ 2 ടയർ ഇട്ടിട്ട്. ബാക്കിലെ ടയർ തീരെ മുട്ടയാണ്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിനായിട്ട് കൊണ്ടുപോകുന്ന ബീമാണ്. അപ്പോൾ ഇത് വണ്ടികളൊക്കെ തടഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ നിരനിരയായിട്ട് ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ബാക്കിലെ ടയർ ഇങ്ങനെ ഊരുകയാണ്. അപ്പോൾ അതൊക്കെ തീരെ മുട്ടയാണ്. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്നതും ഗുഡിയറിൻ്റെ ടയർ തന്നെയാണ്. ബാക്കിലെ ടയറാണ് ഈ അഴിച്ചെടുത്തത്. ഇപ്പോൾ ഫ്രണ്ടിലെ 2 ടയറും ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞു. പുതിയ 2 ടയറാണ് ഫ്രണ്ടിലിട്ടത്. ഫ്രണ്ടിൽ കിടന്ന ടയർ ബാക്കിലേക്ക് മാറ്റിയിട്ടു. ബാക്കിലെ ടയർ അലൈൻമെൻറ്റ് ചെയ്താണ് കാണുന്നത്. ഇനിയിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇങ്ങോട്ട് കയറ്റുകയാണ്. നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന കടയാണ്. അപ്പോൾ നല്ല പരിചയമുള്ളതാണ് ഇതിൻ്റെ ഓണറൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടയർ മാറ്റിങ് പിന്നെ അലൈൻമെൻറ്റും ബാലൻസും എല്ലാം കൂടി ചേർത്ത് 8750 രൂപയായി. അപ്പോൾ അലൈൻമെൻറ്റ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ സെറ്റ് മാറ്റി വെക്കുന്നതിനായിട്ട് ചെറുതരത്തിലുള്ളൊരു കാറിൻ്റെ ഷോപ്പിലേക്ക് വന്നതാണ്. ആക്സസറി ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ പഴയ സെറ്റ് അഴിച്ചെടുത്ത് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് പൊഴുതി പിടിപ്പിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ അതിനുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ പുറകിലൊരു സബ് ഊഫർ കയറ്റി. സത്യം പറഞ്ഞാൽ സബ് ഊഫറിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ബാസ് ഉണ്ട് ആ സെറ്റിന്. ഞാനിതൊന്ന് സബ് ഊഫർ കൂടി ഞാൻ കയറ്റിയതാണ്. അപ്പോൾ അത് പതിയെ സെറ്റ് ചെയ്ത് പുള്ളി ചെക്ക് ചെയ്ത് നോക്കുന്നതാണിത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ സെറ്റൊന്ന് മാറ്റണമെന്നുള്ളത്. അപ്പോൾ മാത്രമല്ല അത് പാട്ടും പാടില്ല, വർക്കും ചെയ്യില്ല. ഇനി അഥവാ പാട്ട് USB എന്തെങ്കിലും കുത്തി അതിന് തോന്നണം പാട്ട് പാടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് അങ്ങനെ ഒരു എന്തായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ സെറ്റ് കയറ്റിട്ടുണ്ട്. ഏകദേശം 13 രൂപ വിലയുണ്ട്. ഇപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാണ്. നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ്. അപ്പോൾ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യുന്നതാണിത്. അതിനും വലിയ കുഴപ്പമില്ല. ചെറിയൊരു ലൈനിങ് പോലെ വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ കറണ്ട് ക്ലിയർ ആകാനായിട്ടാണ്. അത് രണ്ടാമത് ഒരു വയറിങ് മാറ്റി കൊടുത്തപ്പോൾ റെഡിയായി. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ കൊടുത്ത സബ് ഊഫറാണ്. അപ്പോൾ ഇത് നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഇപ്പോൾ പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റാത്ത ഈ കോപ്പറേറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അത് നമ്മൾ ആ നെറ്റിൽ പാട്ടുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
ഇതിപ്പോൾ ഏകദേശം കോസ്റ്റ് ഇപ്പം ആൻഡ്രോയിഡ് സെറ്റിനും സബ് വൂഫറിനും കൂടി ഏകദേശം 20 രൂപയോളമായി. പിന്നെ ടയർ ഷോപ്പിൽ ഏകദേശം ഒരു 8750 രൂപയായി. അങ്ങനെ ഏകദേശം 28,750 രൂപയോളം ഇന്നത്തെ ഇപ്പോൾ വണ്ടി ഇത്രയും പണി തന്നെ ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.